കെയർ ഓഫ് സൈറ ഭാനു എന്ന തൻ്റെ പുതിയ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി മലയാളികളുടെ പ്രിയപ്പെട്ട അഭിനേത്രി മഞ്ജു വാര്യരാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. മഞ്ജു ചേച്ചി നമസ്കാരം. താങ്ക് യു. അതായത് മലയാളം ഇൻഡസ്ട്രിയിൽ നായിക പ്രാധാന്യം ഉള്ള കഥാപാത്രങ്ങൾ കിട്ടുന്നില്ല എന്നുള്ള ഒരു പരാതികൾ പൊതുവെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. കാരണം എല്ലാവർക്കും അങ്ങനെ ഒരു കഥാപാത്രങ്ങൾ വളരെ കുറവാണ് കിട്ടുന്നത്. പക്ഷെ മഞ്ജു ചേച്ചിയുടെ കാര്യത്തിൽ വളരെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇപ്പം ഹൗ ഓൾഡ് ആർ യു തൊട്ട് എടുത്ത് നോക്കിയിട്ടുള്ള ക്യാരക്ടേഴ്സ് തന്നെ എല്ലാം നായിക പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ തന്നെയാണ്. അപ്പോൾ കെയർ ഓഫ് സൈന ഭാനു അങ്ങനെയുള്ള ഒരു ചിത്രം തന്നെയാണോ? ഫീമെയിൽ സെൻട്രിക് മൂവിയാണോ ഇതും? കെയർ ഓഫ് സൈറ ഭാനു, അതിൽ സൈറ ഭാനു ആണ് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. അതിലൊരു ഫീമെയിൽ ഓറിയൻറ്റഡ് എന്നുള്ളതല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിൽ ശക്തമായിട്ടുള്ള 3 കഥാപാത്രങ്ങളുണ്ട്. അതിൽ 2 പേര് സ്ത്രീകളാണ് എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് എന്നുള്ളൊരു സ്ഥിരം സങ്കല്പത്തിൻ്റെ മറ്റേ പോരാട്ടം, അനീതിക്കെതിരെ പോരാട്ടം അങ്ങനെയല്ല. ഇതിൻ്റെ കഥയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. ഈ കഥ തന്നെയാണ് എന്നെയും ഒരുപക്ഷെ 25 വർഷത്തിന് ശേഷം അമല മാമിനെ മലയാളത്തിലേക്ക് തിരിച്ചു വിളിച്ചിരിക്കുന്നതും ഈ കഥയാണ്. അപ്പോൾ അതിൽ തന്നെ പ്രേക്ഷകർ അതിൽ കൂടുതൽ അങ്ങനെ വിശദീകരിച്ച് പറയേണ്ട ആവശ്യം തന്നെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഈ കഥ തന്നെയാണ് ഇതിലെ ഏറ്റവും ശക്തമായിട്ടുള്ളൊരു നെടുംതൂണ് എന്ന് പറയുന്നത്. നമ്മൾ ട്രെയിലറിൽ കണ്ടതുപോലെ ഒരു സംശയം തന്നെയാണ്. കെയർ ഓഫ് സൈറ ഭാനു ജോഷുവ പീറ്റർ എങ്ങനെ സംഭവിച്ചു? അതാണ് ഈ കഥയെക്കുറിച്ചുള്ള ഒരു ക്യൂരിയോസിറ്റി ഈ ഏറ്റവും നന്നായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു ലൈനാണ്. അതായത് ജോഷുവ പീറ്റർ, സൈറ ഭാനു പ്രായത്തിൽ മാത്രമല്ല പേരിലും ഉണ്ടല്ലോ പൊരുത്തക്കേടുകൾ. അതാണ് ഈ കഥ. ഈ കഥയിൽ കൂടി ഇതിനുള്ള ഉത്തരങ്ങളൊക്കെയാണ് ചുരുളഴിയുന്നത്. അപ്പോൾ അതാണ് ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ കഥാപാത്രങ്ങൾ ഏതൊക്കെ 3 കഥാപാത്രങ്ങളുണ്ട്. ഇപ്പൊ ഈ ജോഷുവ പീറ്ററും സൈറ ഭാനുവും അല്ലാത്തൊരു കഥാപാത്രമാണ് അമല മാമിൻ്റെത്. അപ്പോൾ ഏതൊക്കെ സാഹചര്യത്തിലാണ് ഇവർ ഈ സിനിമയിൽ ഒത്തുവരുന്നത്, എന്ത് ബാക്ക്ഗ്രൗണ്ടിലാണ് ഇവർ ഏറ്റുമുട്ടുകയാണോ അതല്ല ഏതെങ്കിലും രീതിയിൽ പരസ്പരം സഹായിക്കാനാണോ ഇവർ വരുന്നത് എന്നുള്ളതൊക്കെ ഈ കഥയുടെ സസ്പെൻസിന്റെ ഭാഗമാണ്. പക്ഷെ ആ ട്രെയിലർ കാണുമ്പോൾ മഞ്ജു ചേച്ചിയുടെ പണ്ടത്തെ സമറിൻ മെദൽഹയും അല്ലെങ്കിൽ 6-ാം തമ്പുരാൻ അതിലേക്ക് കുറച്ച് പപ്പുചേട്ടന്റെ ആ ഒരു ഡയലോഗ്സ് പറയുന്നതും എല്ലാം അപ്പാടെ വന്നിട്ടുണ്ട് ഈ മൂവിയില്. അത് ഡബ് സ്മാഷ് ചുണ്ടനയ്ക്കാൻ മതിയല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അതിൽ ആ ഡബ് സ്മാഷ് കണ്ടിട്ട് എനിക്ക് ഏറ്റവും സന്തോഷം നൽകിയ ഒരു റിയാക്ഷൻ ഉണ്ടായിരുന്നു. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചു, വളരെ ഇഷ്ടപ്പെട്ടു. ഈ പറഞ്ഞ പോലെ അതില് ഏറ്റവും സന്തോഷം എനിക്ക് തോന്നിയത് പപ്പു ചേട്ടന്റെ മകനുണ്ട് ബിനു റാണി പത്മിനിയില് എന്റെ ഭർത്താവിന്റെ സുഹൃത്തായിട്ട് അഭിനയിച്ച നടനാണ്. അപ്പോൾ ബിനു ഇത് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബിനുവിന്റെ ശബ്ദം ഏകദേശം പപ്പുവേട്ടന്റെ ശബ്ദമായിട്ട് നല്ല സാമ്യമുണ്ട്. അപ്പോൾ ആ ബിനുവിന്റെ ശബ്ദത്തിൽ അതേ ഡയലോഗ് റെക്കോർഡ് ചെയ്തിട്ട് എനിക്ക് വോയിസ് ക്ലിപ്പായിട്ട് അയച്ചു. അത് ഭയങ്കര രസമായിട്ടുണ്ട്, കലക്കിയിട്ടുണ്ട്. അപ്പൊ എന്നിട്ട് പപ്പുചേട്ടൻ പറയുന്ന പോലെ ബിനുവും പറഞ്ഞു. അപ്പൊ എനിക്ക് പപ്പുചേട്ടൻ ഈ ഒരു വോയിസ് ക്ലിപ്പ് അയച്ച പോലെ എനിക്കൊക്കെ ഒരു തോന്നല്. അപ്പൊ ഏറ്റവും എന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു റിയാക്ഷനാണ് അത്. ഒരുപാട് പേർക്ക് ആ ഒരു ഡബ് സ്മാഷും അതാണ് ഇവര് തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ ഒരു കുസൃതിയും ആ ഒരു അടുപ്പവും ഒക്കെ ആ ഒരു ടീസറിൽ തന്നെ മനസ്സിലായിട്ടുണ്ട്. അതാണ് ഈ സിനിമയിൽ എല്ലാവരും ഒരു ആഗ്രഹത്തോടെ മുന്നോട്ട് നോക്കിയിരിക്കുന്നതും ഈ ഒരു ബന്ധം എങ്ങനെ വികസിക്കുന്നു എന്നറിയാനാണ്. ആഫ്റ്റർ ഈ മൂവി റിലീസിന് ശേഷം എനിക്ക് തോന്നുന്നു 6-ാം തമ്പുരാൻ ആ മൂവി ഡബ് സ്മാഷ് ഒക്കെ ചെയ്യുന്ന ഇപ്പൊ എല്ലാവരും അത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി പപ്പു ചേട്ടന്റെ ഇതും വെച്ചിട്ടായിരിക്കും. അത് മാത്രമല്ല വേറെ ഉണ്ട് 3-4 ഡബ് സ്മാഷുകൾ ഈ സിനിമയിലുണ്ട്. അത് അതിൽ ഒരെണ്ണം മാത്രമാണ്. അതുപോലെ ഇപ്പോൾ മഞ്ജു വാര്യർ എന്ന് പറയുന്ന ഒരു ആക്ട്രസ് അല്ലെ ഒരു അഭിനേത്രി, മലയാളിക്ക് ഇഷ്ടമുള്ള ഒരാളെന്ന രൂപത്തിൽ ഒരു തിരിച്ചുവരവൊക്കെ നടത്തി ഇങ്ങനെ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ പലപ്പോഴും മഞ്ജു വാര്യരുടെ കൂടെ അഭിനയിച്ചവർ നമ്മൾ അവരോട് ചോദിക്കാറ് മഞ്ജുവിൻ്റെ കൂടെയുള്ള എങ്ങനെ ഉണ്ടായിരുന്നു, അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കാറ്. പക്ഷെ എനിക്ക് വലിയൊരു ഭാഗ്യം മഞ്ജുവിന് കിട്ടിയിരിക്കുന്നത് അമലയുടെ കൂടെ അഭിനയിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ ഇന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അമലയുടെ കൂടെ എങ്ങനെ ഉണ്ടായിരുന്നു. അതെ, ഞാനും ഈ ഒരു സിനിമയുടെ കഥ അമല മാമിൻ്റെ അടുത്ത് അവതരിപ്പിക്കാനായിട്ട് സോണിയും നമ്മൾ മറ്റ് ഇതിൻ്റെ ബന്ധപ്പെട്ടവരെല്ലാം പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ നെഞ്ചിടി പറഞ്ഞിരുന്നു. അവരൊക്കെ സമ്മതിക്കുമോ, അവർക്കൊക്കെ നമ്മളെ അറിയുമോ, നമ്മളെങ്ങനെയാണ് അവർക്ക് തൃപ്തി ആയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള സംശയങ്ങളും പേടികളൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ ഈ കഥ കേട്ട ഉടനെ വളരെ സന്തോഷത്തോടെ ഈ ഒരു തീരുമാനം ശരി ഞാൻ ചെയ്യാം എന്ന് പറയുകയായിരുന്നു എന്നാണ് പറഞ്ഞത് സോണി. എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര സത്യമായിട്ടും പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, എനിക്ക് വിശ്വസിക്കാൻ 2 ദിവസം എടുത്തു ആദ്യം. അപ്പോൾ അത്രയും അതാണ് ഈ ഒരു കഥ. അതിപ്പോൾ എൻ്റെ കൂടെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് അമല മാം അങ്ങനെയൊന്നും ഒരിക്കലും അല്ല. ഈ ഒരു കഥ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് അമല മാം ഇതിലേക്ക് വരാൻ സമ്മതിച്ചത്.
അപ്പോൾ എനിക്ക് അമല മാം ഇങ്ങോട്ട് വരുമ്പോഴും എനിക്ക് എൻ്റെ എന്തോ ഒരു ഉത്തരവാദിത്തം പോലെയായിരുന്നു. ഇങ്ങോട്ട് അഭിനയിക്കാൻ വരുമ്പോൾ വേറെ ഒരു കുറവുകളൊന്നും ഉണ്ടാവരുത്, മാമിൻ്റെ ഭക്ഷണ രീതികൾ ഞാൻ ചോദിച്ച് മനസ്സിലാക്കി. ഞാൻ അതിനുശേഷം ഫോണിൽ കൂടി ഞാൻ സംസാരിക്കുകയും മെസ്സേജ് അയച്ച് ഒരു സൗഹൃദം പുലർത്തുകയും ചെയ്തിരുന്നു ഈ സമ്മതിച്ചതിന് ശേഷം. അപ്പോൾ ഞാൻ വരുന്ന കാര്യങ്ങളും ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും എനിക്ക് തന്നെ ഭയങ്കര ഒരു വെപ്രാളമായിരുന്നു. മാമിന് ഇവിടെ വന്നിട്ട് മോശമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടാവരുത്, ഒരു അതൃപ്തിയും ഉണ്ടാവരുത് എന്നൊക്കെ. പക്ഷെ നമ്മളെക്കാളുമൊക്കെ എത്രയോ ഒരു ലാളിത്യത്തോടു കൂടിയിട്ടാണ് നമ്മുടെ ഹോൾ യൂണിറ്റുമായിട്ടും ഞാനുമായിട്ടും ഒക്കെ ഇടപഴകുന്നതും. ഒരു കൊച്ചു കുട്ടികളുടെ ഒരു ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ടാണ് ഓരോ കാര്യങ്ങൾ സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ എനിക്ക് ഇത്രയും വർഷത്തിന് ശേഷം മലയാളത്തിൽ അഭിനയിക്കാൻ വരുന്നതിൻ്റെ ഒരു പേടിയുണ്ടെന്നും അല്ലെങ്കിൽ മലയാള ഭാഷ ശരിക്ക് കൈകാര്യം ചെയ്യാൻ അറിയാത്തതിൻ്റെ ചമ്മലുണ്ടെന്നും ഒക്കെ വളരെ നിഷ്കളങ്കമായിട്ടാണ് എന്നോടൊക്കെ മാഡം പങ്കുവെച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാളം പറഞ്ഞു കൊടുക്കാനും ഒക്കെ ഞാനും ഒക്കെ മുഴുവൻ സമയം കൂടെ ഉണ്ടായിരുന്നു. ഇതിൽ അമല മാമിൻ്റെ കഥാപാത്രം ഒരു വക്കീലാണ്. വക്കീൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വളരെ ശക്തമായിട്ട് സംസാരിക്കുകയും നീണ്ട ഡയലോഗുകൾ പറയേണ്ടി വരും, വളരെ കടുകട്ടിയുള്ള വാക്കുകളൊക്കെ പറയേണ്ടി വരും. അപ്പം നമ്മളൊക്കെ വിചാരിച്ചത് ചിലപ്പോൾ ചിലതൊക്കെ മാറ്റേണ്ടി വരുമായിരിക്കും മാമിന് മലയാളം പറയാൻ ബുദ്ധിമുട്ടുള്ളത് കാരണം. ഒരു വാക്ക് പോലും മാം മാറ്റാൻ ആവശ്യപ്പെട്ടില്ല എന്നുള്ളതാണ്. എല്ലാ വാക്കുകളും അത് റൂമിലിരുന്ന് പഠിച്ച് എല്ലാം വളരെ തറവായിട്ടാണ് മാം ഓരോ ദിവസവും സെറ്റിൽ വന്നിരുന്നത്. മാമിന് മലയാളം അറിയാത്ത കാരണം ഒരു ഷോട്ട് പോലും നീട്ടി വെക്കേണ്ടിയോ അല്ലെങ്കിൽ വേറൊരു ദിവസം എടുക്കേണ്ടി വരികയോ വീണ്ടും വീണ്ടും ചിലതൊക്കെ 1-2 പ്രാവശ്യമൊക്കെ എടുക്കേണ്ടി വന്നിട്ടുണ്ടെന്നല്ലാതെ ഒരു 5 പേജുള്ള ഡയലോഗൊക്കെ ഒറ്റ ഷോട്ടിലൊക്കെ പറഞ്ഞ് എല്ലാവരും അത് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കൈയടിച്ചു പോയി. അത് അത്രയും ആ ഒരു സ്പിരിറ്റ് എന്ന് പറയുമല്ലോ, ഒരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതിൽ 100% കൊടുത്ത് അതിന്റെ അങ്ങേ അറ്റം വരെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത് അതൊക്കെ നമ്മളെ അതെ അതെ. അങ്ങനെ അറിയാത്തൊരു ഭാഷയിൽ അത്രയും ഫ്ലുവൻ്റ് ആയിട്ട് ഒരു നീളൻ ഡയലോഗുകൾ, അതും വക്കീലാവുമ്പോൾ ഒരു പ്രത്യേക രീതിയിലൊക്കെ വേണമല്ലോ പറയാൻ. അപ്പൊ അതൊക്കെ നമ്മളൊക്കെ കണ്ട് ആരാധന കൂടിയ നിമിഷങ്ങളായിരുന്നു അതൊക്കെ. മഞ്ജു ചേച്ചി പറയുണ്ടായിരുന്നത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു അമല മാമിനോട് വർക്ക് ചെയ്യാന്ന്. വൺസ് ഈ ഷൂട്ട് വൈൻഡപ്പ് ചെയ്ത സമയത്തും ഭയങ്കര വിഷമമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇത് ഞാൻ കണ്ടിരുന്നു, പോസ്റ്റ് കണ്ടിരുന്നു. അപ്പം എങ്ങനെയായിരുന്നു ആ ലൊക്കേഷനിലുണ്ടായിരുന്ന നിങ്ങളുടെ ആ ഒരു കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ എല്ലാവരുടെയും ഭയങ്കര ഒരു ഇഷ്ടം. അമല മാം സെറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു, ഭയങ്കര പ്ലസന്റ് ആയിട്ട്. നമ്മൾ വിചാരിക്കും അയ്യോ അത് ഇഷ്ടാവും ഇത് ഇഷ്ടാവും, എന്താണെങ്കിലും ഒരു കുഴപ്പമില്ല, ഭയങ്കര ഒരു അക്കോമഡേറ്റിംഗ് ആയിട്ട് എന്തിനോടും വളരെ എളുപ്പത്തിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം തോന്നുന്ന ഒരു പ്രകൃതമായിരുന്നു, ഭയങ്കര പോസിറ്റിവിറ്റി ആയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ മാം പോയി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും 2 ദിവസം എന്തോ ഒരു കുറവ്, എന്തോ നമ്മൾ മിസ് ചെയ്യുന്നു എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. യാദർശികമായി സംഭവിച്ചതായിരിക്കാം. ഷൈൻ ഇതിനകത്ത് മഞ്ജുവിൻ്റെ കൂടെ ഒരു വേഷം ചെയ്യുന്നു. ഷൈൻ നേരത്തെ വന്നപ്പോൾ ഇവിടുന്ന് ചോദിച്ചു അതേ ചോദ്യം ഷൈനോട്. ഷൈൻ ഒരുപക്ഷെ ചെറുപ്പത്തിൽ കണ്ടുകൊണ്ടിരുന്നത് മഞ്ജു അഭിനയിച്ച സിനിമകളാണ്. പക്ഷേ മഞ്ജു ചെറുപ്പത്തിൽ കണ്ടുകൊണ്ടിരുന്നത് അമല അഭിനയിച്ച എൻ്റെ സൂര്യത്തിൽ ഉള്ളടക്കമാണ്. ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ കറക്റ്റ് ഒരു 3 ജനറേഷൻ കറക്റ്റായിട്ട് വരുന്നത്. അത് എന്തെങ്കിലും അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടോ ആ സമയത്ത്? തോന്നിയിരുന്നു അങ്ങനെ? ഇല്ല, അതായത് ഇപ്പോൾ ഷെയ്ൻ അങ്ങനെയൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം ഷെയ്ൻ വരുന്ന ഒരു പശ്ചാത്തലവും നമ്മുടെ മിമിക്രിയിലെ തന്നെ ഏറ്റവും കഴിവുള്ള കലാകാരന്മാരിൽ ഒരാളാണ് അബീക്കയുടെ മകനാണ് ഷെയ്ൻ. അപ്പം അതുകൊണ്ട് തന്നെ മാത്രമല്ല ഷെയ്നിൻ്റെ കഴിവ് കിസ്മത്തിലൂടെ തെളിയിച്ചതുമാണ്. ഇപ്പോൾ നമ്മളൊരു ഫ്രെയിമിൽ നിൽക്കുമ്പോൾ ഇപ്പം അമല മാം ആണെങ്കിലും ഷെയ്ൻ ആണെങ്കിലും നമുക്ക് ഇങ്ങോട്ട് ഭയങ്കര ഒരു കോമ്പറ്റീഷനായിട്ട് അത്രയും ശക്തമായിട്ടുള്ളൊരു പെർഫോമൻസ് നമുക്ക് കിട്ടുമ്പോഴാണ് നമ്മളറിയാതെ നമ്മളും അതിന് റിയാക്ട് ചെയ്താൽ മതി, വേറെ ഭയങ്കരമായിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ആ ഒരു 2 നല്ല കലാകാരന്മാരുടെ കൂടെയാണ് എനിക്ക് അഭിനയിക്കാൻ സാധിച്ചത്. അത് ഇവർ 2 പേരും മാത്രമല്ല, ഈ സിനിമയിൽ ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്നുണ്ട്. ഈ ഒരു 3 കഥാപാത്രങ്ങളെ ചുറ്റിപ്പറ്റിയാണ് കഥ നീങ്ങുന്നത് എന്ന് മാത്രം. അപ്പോൾ എന്നെ രണ്ട് അനുഭവങ്ങളായിരുന്നു. ഒന്ന്, അമല മാമിൻ നമ്മൾ കണ്ട് ആരാധിച്ചിരുന്നൊരു വ്യക്തിയുടെ കൂടെ അഭിനയിക്കുന്നു. ഒരു ന്യൂ ജനറേഷൻ എന്ന് പറയാൻ പറ്റുന്നൊരു കലാകാരനാണ്. അപ്പോൾ അവരുടെ രീതികളും ഒക്കെ നമുക്കും അതൊക്കെ അവരിൽ നിന്ന് പഠിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. മഞ്ജു ഇത്രയും ചെയ്ത ക്യാരക്ടേഴ്സ്, ഇപ്പോൾ ഹൗ ഓൾഡ് ആർ യു, റാണി പത്മിനി, കരിങ്കുന്ന സിക്സേഴ്സ്, അതെല്ലാം തന്നെ കുറച്ച് മെസ്സേജ് കൂടെ കൺവേ ചെയ്യുന്ന, ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു മെസ്സേജ് കൺവേ ചെയ്യുന്ന മൂവീസ് ആയിരുന്നു ഇതെല്ലാം തന്നെ. അപ്പോൾ ഇതിലും അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ടോ, അങ്ങനെ എന്തെങ്കിലും മെസ്സേജ് കൺവേ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ തോന്നുന്നോ അങ്ങനെ എന്തെങ്കിലും? സിനിമ കണ്ടിട്ട് നോക്കാം എന്തെങ്കിലും ഇൻസ്പയർഡ് ആവുന്നുണ്ടോ, എന്തെങ്കിലും മെസ്സേജ് ആളുകൾക്ക് എത്തുന്നുണ്ടോ.
എന്താണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഒരു രസം ക്യാരക്ടറിനെ പറ്റി ഒന്ന്. സൈറ ബാനു ഒരു പോസ്റ്റ് വുമൺ ആണ്, ഒരു സാധാരണക്കാരിയാണ്. ഞാൻ ആദ്യമായിട്ടാണ്, ഞാൻ പറഞ്ഞോ ഇല്ല, ഒരു മുസ്ലിം കഥാപാത്രത്തെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ, പണ്ടും ചെയ്തിട്ടില്ല, ഇത്രയും തിരിച്ചു വന്നതിന് ശേഷവും ഇത്രയും ഇപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു മുസ്ലിം വേഷത്തിൽ നിന്ന് അഭിനയിക്കുന്നത്. അതിൻ്റെ ഒരു പുതുമ എനിക്ക് ഉണ്ട്. പണ്ടേ പറയുമായിരുന്നു, ഇപ്പം ഈ വേഷം ഇട്ട് കഴിഞ്ഞപ്പോഴും മുസ്ലിം വേഷം നന്നായിട്ട് ചേരുന്നുണ്ട് എന്ന് എനിക്ക് ഒരുപാട് പേര് പറഞ്ഞു. അപ്പോൾ പണ്ടും ഇതേപോലെ ചിലപ്പോൾ സ്കൂളിലൊക്കെ എന്തെങ്കിലും വേഷം, അമ്മ പറഞ്ഞു എൻ്റെ അടുത്ത്, പണ്ടും ഇതേപോലെ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട് നിനക്ക് മുസ്ലിം വേഷം ചേരും എന്ന് പറഞ്ഞു എന്ന്. അപ്പോൾ എന്തോ ഒരു താത്തക്കുട്ടിയുടെ ഛായ ഉണ്ട് എന്നതിൻ്റെ ഫോട്ടോസ് കണ്ടിട്ട് ഒരുപാട് പേര് പറഞ്ഞിരുന്നു. സൈറ ബാനു ഒരു പോസ്റ്റ് വുമൺ ആണ്, വളരെ സാധാരണക്കാരിയായിട്ട് ജീവിക്കുന്ന ഈ പറഞ്ഞ പോലെ കുറച്ച് കുസൃതികളും ഈ സാധാരണക്കാരിയുടെ എല്ലാ ഒരു വികാരങ്ങളും ഇമോഷൻസും ഒക്കെ ഉള്ളൊരു സ്ത്രീയാണ്. അപ്പോൾ സൈറ ബാനുവിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ളതാണ് ഈ സിനിമ. സൈറ ബാനുവിൻ്റെ ജീവിതത്തിലെ കഥാപാത്രങ്ങളാണ്, ജീവിതത്തിൽ കടന്നു വരുന്ന കഥാപാത്രങ്ങളാണ് ബാക്കിയൊക്കെ. അല്ലെങ്കിൽ ചേച്ചി സെലക്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സിന് അങ്ങനെ എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ, അങ്ങനെ എന്തെങ്കിലും? ക്രൈറ്റീരിയ ഒന്നുമില്ല. ഒരു സിനിമയെ കുറിച്ച് കേൾക്കുമ്പോൾ ആ സിനിമ എനിക്ക് തിയേറ്ററിൽ പോയി കാണാൻ തോന്നണം, തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ ഭാഗമാവാൻ സ്വാഭാവികമായിട്ട് ആഗ്രഹിക്കുമല്ലോ. അപ്പം അങ്ങനെയുള്ളൂ. അങ്ങനെ ഒരു സിനിമ നമുക്ക് കാണാൻ തോന്നണമെങ്കിൽ അതിന് പിന്നിൽ എല്ലാ ഘടകങ്ങളും ഒത്തുവരണം. അങ്ങനെയുള്ള സിനിമകളാണ് നമുക്ക് തിയേറ്ററിൽ പോയി കാണണം എന്ന് നമുക്ക് തോന്നുക. അങ്ങനെ വളരെ സിമ്പിളായിട്ട് ഞാൻ ചിന്തിച്ച് നോക്കാറുള്ളൂ. അതുപോലെ ഇതിൻ്റെ ഏതൊരു സിനിമ മാഗസിൻ വന്നൊരു വാർത്തയാണ്, അതായത് അമരയുടെ കഥാപാത്രം ആദ്യം ഒരു മെയിൽ ക്യാരക്ടറായിരുന്നു, വാസ്തവമായിരുന്നു, മാറ്റിയായിരുന്നു അല്ലേ? കഥയുടെ ആദ്യത്തെ രൂപത്തിൽ ഒരു പുരുഷ കഥാപാത്രമായിരുന്നു അതിന് ഓപ്പോസിറ്റ്, സൈറ ബാനുവിന് ഓപ്പോസിറ്റായിട്ട് വന്നിരുന്നത്. പിന്നീടാണ് കഥയിൽ പല മാറ്റങ്ങൾ വരികയും അതൊരു സ്ത്രീ കഥാപാത്രം തന്നെ ആവുകയും അതിൽ നമുക്ക് അമല മാമിനെ കൊണ്ടുവരാൻ സാധിച്ചതും ഒക്കെ കഥയുടെ സ്വാഭാവികമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടാണ്. ആൻ്റണി സോണി എന്ന ഒരു പുതിയ സംവിധായകനാണ്. മഞ്ജു ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തേക്കുന്നു, ഒരുപാട് ആൾക്കാരുടെ സംവിധാന ശൈലി കണ്ടേക്കുന്നു. ഒരുപക്ഷെ ആൻ്റണി സോണി സത്യം പറഞ്ഞാൽ മഞ്ജുവാരെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്, പക്ഷേ ഇവിടെ ആൻ്റണി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആൻ്റണിയെ കുറിച്ച് അറിയാനും താല്പര്യമുണ്ട്. ആൻ്റണി എങ്ങനെയായിരുന്നു? ആൻ്റണി സോണി എന്നാണ് സോണിയുടെ പേര്. ഞാൻ എന്തുകൊണ്ട് ആദ്യം തൊട്ടേ സോണി എന്നാണ് വിളിച്ചിരിക്കുന്നത്. സോണി ഹൗ ഓൾഡ് ആർ യു എന്ന സിനിമയിൽ റോഷൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു. ഇതിൻ്റെ കഥ എഴുതിയിരിക്കുന്ന ഷാനും അതിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ആ സമയത്ത് തൊട്ടേ ഉള്ളൊരു അടുപ്പവും ഒരു സ്നേഹവും ഉണ്ട് ഞങ്ങളെല്ലാവരും തമ്മിൽ. അതിനുശേഷമാണ് സോണിയും ഷാനും കൂടെ മൂന്നാം ഇടം എന്ന് പറഞ്ഞ സിനിമ ചെയ്യുകയും അതിന് ഒരുപാട് അംഗീകാരങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം കിട്ടി. ഇങ്ങനൊരു കഥ വന്ന് പറയണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. സോണി അപ്പോൾ സ്വന്തമായിട്ടൊരു സിനിമ ചെയ്യുകയാണ് എന്ന് മനസ്സിലായപ്പോൾ വന്ന് കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കഥ. ഇതൊരു 1.5 വർഷം മുമ്പാണ് ഇത് പ്രോജക്റ്റ് സംഭവിക്കാൻ കുറച്ച് സമയം എടുത്തേ ഉള്ളൂ. പക്ഷെ ആ സമയം തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാണ്. അതായത് പല ഘട്ടങ്ങളിലും ഈ പ്രോജക്റ്റ് വേണ്ടാന്ന് വെക്കേണ്ടി വരുന്ന ഒരു സംശയകരമായിട്ടുള്ളൊരു സിറ്റുവേഷൻസിൽ വരെ വന്നിട്ടുണ്ട്. നമുക്ക് ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും ഒത്തുവരാത്തത് കൊണ്ട് ചില പ്രോജക്ട്സ് നടക്കാതെ പോകും. ആ സമയത്തൊക്കെ സോണി കാത്തു സൂക്ഷിച്ചിരുന്നൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. എൻ്റെ അടുത്തും സോണി പറഞ്ഞിരുന്നു, എനിക്ക് ഉറപ്പുണ്ട് ചേച്ചി ഈ പ്രോജക്റ്റ് സംഭവിക്കുകയാണെങ്കിൽ ചേച്ചിയുടെ കരിയറിൽ ഏറ്റവും നല്ല കഥാപാത്രമായിരിക്കും സൈറ ബാനു എന്ന് എനിക്ക് ഉറപ്പ് തരാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ആ ഒരു സോണിയുടെ ആത്മവിശ്വാസം എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയിരുന്നു. കാരണം കുറച്ച് കാലം ഒരു പ്രോജക്റ്റിൻ്റെ പുറകെ പ്രത്യേകിച്ച് ഒരു ആദ്യത്തെ പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ അപ്പോൾ വേറെ ഏതെങ്കിലും ഒരു സൗകര്യമുള്ള പ്രോജക്റ്റ് വന്നാൽ സ്വാഭാവികമായിട്ടും ആരായാലും ആദ്യം സംഭവിക്കുന്ന പ്രോജക്റ്റിലേക്ക് പോകും. പക്ഷെ ഇത് വളരെ തുടർച്ചയായിട്ട് ഇതിൻ്റെ പിന്നിൽ ഈ ഒരു പ്രോജക്റ്റാണ് എനിക്ക് ചെയ്യേണ്ടത്, ഇതെനിക്ക് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു സോണിയുടെ ആത്മവിശ്വാസം വളരെ വലുതാണ്. ഈ പ്രോജക്റ്റ് ഇന്ന് സംഭവിച്ചതിൻ്റെ പുറകിലുള്ള വളരെ പ്രധാനപ്പെട്ട കാരണം സോണിയുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇതിൻ്റെ പുറകെയുള്ളൊരു ദൃഢനിശ്ചയം ആയിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ എല്ലാവരും സോണിയുടെ കൂടെയുള്ള ടീമാണെങ്കിലും ഇതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഈ മൂന്നാം ഇടം എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ചെയ്ത റഹീം തന്നെയാണ്. ഇവരെല്ലാവരും ഒരു ഫ്രണ്ട്സാണ്. ഇവരെല്ലാവരും ഒരേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒട്ടുമിക്ക പേരും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങിയവരാണ്. അപ്പോൾ ഇവരുടെ ഒരു കൂട്ടായ്മയും ഒരു ടീം സ്പിരിറ്റും എല്ലാം അതൊക്കെ ഒരുപാട് എനർജി തരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഈ സിനിമയിൽ വളരെ പോസിറ്റീവായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത്.
മഞ്ജുജി ഇപ്പോൾ ഒരുപാട് നേരത്തെ പറഞ്ഞ പോലെ ലീഡിങ് ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഒരു ഡെബ്യൂ ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഒരു ചലഞ്ചിങ് തന്നെയല്ലേ ശരിക്കും ഈ ഒരു മൂവിയിൽ? അതിപ്പോ പക്ഷെ സോണിയിൽ നമുക്കുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇതിനു മുമ്പ് ഹൗ ഓൾഡ് ആർ യു എന്ന് പറഞ്ഞ സിനിമയിൽ വർക്ക് ചെയ്തപ്പോഴും സോണിയുടെ ഗുരുനാഥനായിട്ടുള്ള റോഷൻ ആൻഡ്രൂസ് സോണിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള നല്ല വാക്കുകൾ എനിക്ക് ഒരുപാട് വിശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം റോഷൻ ഒക്കെ പറയുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും വിശ്വസിക്കാം. അപ്പോൾ റോഷന്റെ അത്രയും സപ്പോർട്ടും ഒരു അനുഗ്രഹവും സോണിക്ക് ഉണ്ട് ഈ പ്രൊജക്ടിന്റെ കാര്യത്തിൽ. ഈ കഥ മുഴുവനായിട്ട് പറയുന്നു. ഒരു പക്ഷേ ആൻ്റണി സോണി എന്ന് പറയുന്നത് റോഷൻ്റെ അസിസ്റ്റൻ്റാണ്. ആദ്യമായിട്ടൊരു മൂവി, ഒരു വലിയ സിനിമ ചെയ്യുകയാണ്. അപ്പോൾ മഞ്ജുവിനെ പോലുള്ള എക്സ്പീരിയൻസ്ഡായുള്ള മഞ്ജു അല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ചോദിക്കുകയോ അല്ലെങ്കിൽ സജഷൻസ് എന്തെങ്കിലും അങ്ങോട്ട് പറയാനോ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്? എൻ്റെ പ്രോജക്റ്റിന്റെ തുടക്കം തൊട്ട് തന്നെയുള്ള എല്ലാ കാര്യങ്ങളിലും എന്നെയും ഒരു പങ്ക് ചേർക്കാനായിട്ട് സോണി ശ്രദ്ധിച്ചിരുന്നു. അതായത് അതുകൊണ്ട് ഇത് എൻ്റെയും കൂടെ പ്രോജക്റ്റാണ് എന്നുള്ളൊരു ടീം സ്പിരിറ്റ് എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ അവസാനം മാത്രം വന്ന് അഭിനയിക്കുന്ന നേരത്തെ മാത്രം പറഞ്ഞു തരികയല്ല. കഥ വികസിക്കുന്ന അതിൻ്റെ ആദ്യത്തെ രൂപം തൊട്ട് അതിൽ വരുത്തുന്ന മാറ്റങ്ങൾ, അതെന്തുകൊണ്ടാണ് ആ മാറ്റങ്ങൾ വരുത്തുന്നത്. ഞാൻ പറഞ്ഞില്ല, ഏകദേശം 1.5 വർഷത്തോളമായി ഈ പ്രോജക്റ്റ് നമ്മൾ തമ്മിൽ സംസാരിച്ച് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പം അതിൻ്റെ തുടക്കം തൊട്ടുള്ള ഓരോ സ്റ്റേജിലും ഞാനും ഈക്വലി ഇൻവോൾവ് ആണ്. മഞ്ജുജി ഇപ്പോൾ ഈ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ യെസ് എന്നുള്ള ഇത് വേണം, ഇത് ചെയ്യാൻ പോവുകയാണ് എന്നുള്ള ആ ഒരു തീരുമാനം എന്ത് ഫാക്ടറിലാണ് ആ ഒരു? നമുക്ക് കേൾക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സിനിമ എന്തായാലും ഇത് സിനിമ സംഭവിക്കണം, ഇത് എനിക്ക് തിയേറ്ററിൽ പോയി കാണാൻ തോന്നുന്ന ഒരു സിനിമയായിരിക്കും എന്ന് നമുക്ക് അങ്ങനെ ഞാൻ ചിന്തിക്കാറുള്ളൂ. അത് ചിലപ്പോൾ എപ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ നമുക്ക് ഇത് ശരിയാവില്ല എന്ന് തോന്നുന്ന പടങ്ങൾ ചിലപ്പോൾ ഒരുപാട് വലിയ വിജയങ്ങളാവുകയും ചെയ്യും. ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ, ഈ സിനിമ നന്നായിരിക്കുമോ, അങ്ങനെയാണെങ്കിൽ എനിക്കിതിന്റെ ഭാഗമാവണം. അപ്പൊ ഈ കഥ കേട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ആദ്യം കേട്ടപ്പോൾ തന്നെ അയ്യോ നമുക്കിത് എന്തായാലും ചെയ്യണം എന്ന് അത്രയും അതെ ആ ഒരു ഇഷ്ടം എന്നിൽ ഉണ്ടാക്കാൻ ആ കഥയ്ക്ക് സാധിച്ചു. ഒരു പക്ഷെ അതേ ആ കഥയുടെ പ്രത്യേകത തന്നെയായിരിക്കും അമല മാമിന് കേട്ടപ്പോഴും ഞാൻ പറഞ്ഞ പോലെ 25 വർഷത്തിന് ശേഷം അതായത് ഒരു സിനിമ ചെയ്തേക്കാം എന്ന് തോന്നണമെങ്കിൽ എന്തെങ്കിലും ആ കഥയിൽ വേണ്ടേ, അതെന്തായാലും ഉണ്ടാവും. അല്ല, ഒരു നർത്തകിയാണ്, എല്ലാവർക്കും അറിയാം. മഞ്ജുവിൻ്റെ സിനിമകളിൽ ഗാനങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടാവാറുണ്ട്. ഗാനങ്ങൾക്കിടയിലൊക്കെ മഞ്ജുവിൻ്റെ കുസൃതികൾ കുറേ എക്സ്പ്രഷൻസ് നമുക്ക് എവിടേക്കോ കിട്ടാറുണ്ട്. ഉദാഹരണത്തിന് എന്നും എപ്പോഴും എന്ന് പറഞ്ഞ സിനിമയിൽ തന്നെ അവസാനത്തെ ഒരു ഇൻ്റർവ്യൂ നടക്കാൻ പോകുന്ന സീനിൽ കുട്ടിയോട് നോട്ട് എഴുതാൻ വേണ്ടി പറയുന്ന ഒരു സീനുണ്ട്. നീ നോട്ട് മേടിക്കാൻ പറയുന്ന സമയത്ത് അതുപോലെ പിന്നെ വെയിറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ആഹാ, അപ്പോൾ നീ ഇത്രല്ലേ ആയിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് ലാലേട്ടൻ്റെ ക്യാരക്ടർ വന്നിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാൻ പറയുന്ന സാറ്. അപ്പോൾ അതുപോലെ പാട്ടിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന ചില കുസൃതികളാണ്. ഈ സിനിമയിൽ ഗാനങ്ങൾക്ക് പ്രാധാന്യമുണ്ടോ? 4 ഗാനങ്ങളുണ്ട് ഈ സിനിമയിൽ. അപ്പോൾ ഓരോന്നിനും കഥയുടെ അതായത് സാഹചര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏറ്റവും ശക്തമായിട്ടുള്ളൊരു പ്രാധാന്യം ഉണ്ട്. അത് സിനിമ കാണുമ്പോഴാണ് നല്ല ഗാനങ്ങളാണ്. അതിൽ ഈ പറഞ്ഞ പോലെ ഈ ഡബ് സ്മാഷുകളുണ്ട് ഇടയ്ക്ക്. അതൊരു രസകരമായിട്ടുള്ളൊരു ഭാഗമാണ് അത്. കുറെ ഡബ് സ്മാഷ് കുറേയൊന്നുമില്ല. അത് ഒരു പ്രൊമോഷന്റെ സമയത്ത് അതിനെനിക്ക് നന്ദി പറയാനുള്ളത് സുരാജേട്ടനോടാണ്. ആ ഒരു ഇങ്ങനെ റിവേഴ്സ് ആയിട്ട് ചെയ്യാമെന്ന് സജസ്റ്റ് ചെയ്തു സുരാജേട്ടൻ. എന്റെ അടുത്ത് അങ്ങനെ ചെയ്താൽ പിന്നെ അത് അത്രയും പോപ്പുലർ ആയത് കൊണ്ടായിരിക്കാം ചിലപ്പോ ഡബ് സ്മാഷ് എന്ന് വീണ്ടും പോപ്പുലർ ആയി. ആകെ 2 ചെയ്തിട്ടുള്ളൂ, പക്ഷെ അത് തന്നെ ഭയങ്കര ഹിറ്റ് ആയി കഴിഞ്ഞു. ഭയങ്കര വൈറലായിരുന്നു ആ ടൈമിൽ. അപ്പൊ ഇതിലും അങ്ങനെയുള്ള കുസൃതി നിറഞ്ഞ മുഹൂർത്തങ്ങളുണ്ട്. ഈ ഗാനങ്ങളിൽ മാത്രമല്ല സിനിമയിലും ഉണ്ട് ഒരുപാട് രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളും. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എന്തായാലും പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുടുംബസമേതം ഇരുന്ന് ആസ്വദിച്ച് കാണാൻ കഴിയുന്ന ഒരു സിനിമ തന്നെ ആയിരിക്കും സൈറ ബാനു എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ തന്നെ ഉള്ളടക്കം, എൻ്റെ സൂര്യപുത്രി, ഇതിലൊക്കെ നമ്മൾ സ്ക്രീനിലാണ്. അന്നും മഞ്ജു സ്ക്രീനിലായിരിക്കും അമലെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഫസ്റ്റ് കണ്ടപ്പോൾ എന്തായിരുന്നു? അതായത് ആദ്യമായിട്ട് നേരിട്ട് ഞാൻ വരച്ചിട്ടാണ് ഞാൻ മാം പറഞ്ഞിട്ട് ഭയങ്കര മാമിനോട് കൂടെ വർക്ക് ചെയ്യാൻ വരാൻ സമ്മതിച്ചതിലുള്ള സന്തോഷവുമാണ് നന്ദിയുമാണ് ഞാൻ ആദ്യം അറിയിച്ചത്. മാം എന്നോട് ഏറ്റവും ആ മാമിൻ്റെ ആ ഒരു പ്രസന്നമായിട്ടുള്ള ചിരി വെച്ചിട്ട് എനിക്കാണ് ഏറ്റവും സന്തോഷം മഞ്ജുവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചത് എന്ന് പറയാനുള്ളൊരു വലിയ മനസ്സാണ് മാം ആ സമയത്ത് കാണിച്ചത്. അപ്പോൾ അതൊക്കെ ഞാൻ അവരിൽ നിന്നും കണ്ടു പഠിക്കുന്ന, നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡെഡിക്കേഷൻ എന്ന് പറയുന്നതൊക്കെ അതൊക്കെയാണ് ഞാൻ കണ്ടുപഠിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ എന്തുകൊണ്ടാണ് അവരൊക്കെ അത്രയും വലിയ താരങ്ങളായിരുന്നത് എന്നുള്ളതിന്റെ
എക്സ്പ്ലനേഷൻ ആണ് അതൊക്കെ. അമല എന്ന് പറയുന്നത് ആക്ട്രസ് എന്ന് പറയുന്നത്. ഇവൻ ചേച്ചിയുടെ ഗെറ്റപ്പ് തന്നെ ഇതിനകത്തിൽ കുറച്ചൊരു വ്യത്യാസമുള്ള പോലെ തോന്നുന്നു. നേരത്തെ കണ്ടിരിക്കുന്ന മൂവീസിലൊക്കെ കുറച്ച് ഇതിനകത്ത് കുറച്ചൊന്ന് വെയിറ്റ് ഗെയിൻ ചെയ്ത പോലെയൊക്കെ സൈറ ഇതിൽ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ സോണി പറഞ്ഞിരുന്നു. ഇവൻ കരിങ്കുന്നം കണ്ടിട്ട് ആ ഒരു ഫിഗറേ ആയിരുന്നില്ല ഇതില്. കരിങ്കുന്നത്തിന് ആവശ്യമുള്ളത് വേറെ ഫിസിക് ആയിരുന്നു, ഇതിനാവശ്യമുള്ളത് വേറെ ഫിസിക്. പക്ഷെ അല്ലാതെ തന്നെ മഞ്ജു വളരെ നന്നായിട്ട് ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അതിനെന്തെങ്കിലും അങ്ങനെ അതിന് വേണ്ടി ഡാൻസ് ഒക്കെ ഉള്ളത് കാരണം സംഭവിക്കുന്നതാണ്. വർക്ക്ഔട്ട്സ് വരുമ്പോഴേ ചോദിക്കണം എന്ന് വെച്ചാൽ ചോദ്യമാണ്. ആണോ? എക്സാക്ട്ലി. അതിന് വേണ്ടി പ്രത്യേകിച്ച് അങ്ങനെ ഭയങ്കര വർക്കൗട്ട് റുട്ടീനും അങ്ങനെയൊന്നുമില്ല. സിനിമയുടെ കൊച്ചി തന്നെയായിരുന്നു, പൂർണ്ണമായിട്ടും കൊച്ചിയിൽ വെച്ചിട്ട് തന്നെയായിരുന്നു ഇതിന്റെ ചിത്രീകരണം. വേറെ എവിടെയും പോയിട്ടില്ല. ഇതിലൊക്കെ ഷൂട്ടിങ്ങിന്റെ ഇടവേളകളിലൊക്കെ അമലയായിട്ടുള്ള ഒരു സൗഹൃദം ബിൽഡപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അത് മുഴുവൻ സമയത്ത് അമല മാം ഉണ്ടായിരുന്നത് ഒരു 20 ദിവസങ്ങളായിരുന്നു തുടർച്ചയായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ നമ്മളെ ഇപ്പോൾ സിനിമ അല്ലാത്ത കാര്യങ്ങൾ, ഇപ്പോൾ മാമിൻ്റെ പല ആക്ടിവിറ്റീസും ഉണ്ട്, റെഡ് ക്രോസും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരികയും ഇവിടുത്തെ നമ്മുടെ ഈ ആ സമയത്ത് തെരുവ് നായ ശല്യം ഒക്കെ ഉണ്ടായി, അങ്ങനെ ഒരു ഇഷ്യൂ ഒക്കെ നടന്നിരുന്ന സമയമായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള മാമിൻ്റെ അഭിപ്രായങ്ങളൊക്കെ മാം പേപ്പറിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചറിയാനും ഒക്കെ ഒരുപാട് ഇൻട്രസ്റ്റ് കാണിച്ചിരുന്നു. മഞ്ജുവിന്റെ ഡാൻസിനെ കുറിച്ചൊക്കെ തിരിച്ചു അമല ചോദിക്കില്ലേ സ്വാഭാവികം? ഓ പിന്നെ ഞങ്ങളുടെ ഡാൻസിനെ കുറിച്ച് ഞങ്ങൾ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും സംസാരിച്ചിട്ടുണ്ട്. സൈറ ബാനു തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ കാണാൻ ബാക്കിയുള്ള പ്രേക്ഷകർ എന്തുകൊണ്ട് സൈറ ബാനു കാണും? എന്തുകൊണ്ട് സൈറ ബാനു കണ്ടൂടാ? എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൈറ ബാനു എന്ന ഒരു പാവം പോസ്റ്റ് വുമണിൻ്റെ സാധാരണക്കാരിയായ ഒരു സ്ത്രീയുടെ വളരെ രസകരമായിട്ടുള്ള ഒരു ജീവിത ആവിഷ്കാരം ആണ് ഈ സിനിമയിലൂടെ ചെയ്തിരിക്കുന്നത്. എന്തായാലും പ്രേക്ഷകർക്ക് ഉറപ്പായിട്ടും ഇത് ആരും കാണാതിരിക്കില്ല എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കുള്ളത്. എന്തായാലും എല്ലാവിധ ആശംസകളും. താങ്ക് യു. കാരണം മലയാളിക്ക് എപ്പോഴും മലയാളത്തിൽ ഒരുപാട് താരങ്ങളുണ്ട്, ഒരുപാട് ചിലവരുടെ സിനിമകൾ വരുമ്പോൾ മഞ്ജുവിൻ്റെ സിനിമയാണല്ലോ അല്ലെങ്കിൽ ഇന്നയാളുടെ സിനിമയാണല്ലോ എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. ചിലപ്പോൾ ആ ഡയറക്ടറുടെ പേരിലായിരിക്കുമ്പോൾ, പക്ഷേ ഒരു ആക്ട്രസിൻ്റെ പേരിൽ, ഒരു നടൻ്റെ പേരിൽ ആ സിനിമയെ കാണണം എന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു ഭാഗ്യമാണ്. ദൈവത്തിന് നന്ദി പറഞ്ഞതിന് ശേഷം എനിക്ക് പ്രേക്ഷകരോടാണ് എന്നും ഒരു പ്രത്യേക ഒരു സ്നേഹവും ഒരു പിന്തുണയും ഒക്കെ എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രേക്ഷകർക്ക് എന്നിലുള്ളൊരു വിശ്വാസത്തിന് ഏറ്റവും അധികം നീതി പുലർത്തുന്ന ഒരു സിനിമയായിരിക്കും സൈറ ബാനു എന്നെനിക്ക് തിരിച്ച് അങ്ങോട്ട് ഉറപ്പ് നൽകാൻ കഴിയും. ഈ ഒരു അതാണ് നിങ്ങളുടെയൊക്കെ ഒരു സ്നേഹവും പ്രോത്സാഹനവും പ്രാർത്ഥനയുമാണ് എൻ്റെ ശക്തി എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ ഒന്നുകൂടി ഞാൻ പ്രേക്ഷകരോട് നേരിട്ട് ഹൃദയത്തിൽ തൊട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. താങ്ക് യു. സൈറ ബാനു വലിയൊരു വിജയമാവട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. Thank you, Nish. Thank you.